ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ബുർദയിലൂടെ ചൊല്ലുകയാണ്. 47-ാമത്തെ വരിയിൽ പറയുന്നു: ലം യംതഹിന്ന ബിമാ തഅയൽ ഉഖൂലു ബിഹി ഹിർസൻ അലൈനാ ഫലം നർതബ് വലം നഹിമി. ബുദ്ധികൾ അശക്തമാകുന്ന, നമ്മുടെ ബുദ്ധികൾക്ക് അശക്തമാകുന്ന ഓരോ കാര്യങ്ങളെ കൊണ്ട് നമ്മെ അല്ലാഹു പരീക്ഷിച്ചില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനത്തോട് യോജിച്ചത് ഇനിയും വലിയ വലിയ അത്ഭുതങ്ങളും മറ്റുമൊക്കെ നമുക്ക് കാണിച്ചു തരാമായിരുന്നു. പക്ഷേ നമ്മുടെ ബുദ്ധികൾ അശക്തമാകുന്ന കാര്യങ്ങളെ കൊണ്ട് നമ്മെ മുത്തുനബി പരീക്ഷിച്ചില്ല. ഹിർസൻ അലൈനാ ഫലം നർതബ് വലം നഹിമി. അതുപോലെ നമ്മുടെ ബുദ്ധികൾക്ക് അശക്തമാകുന്ന വിധികൾ തന്നുകൊണ്ട്, ഹുക്കുമുകൾ തന്നുകൊണ്ട് നമ്മെ പരീക്ഷിച്ചില്ല മുത്തുനബി. ഹിർസൻ അലൈന, നമ്മുടെ മേലിൽ അവിടത്തോട് എന്തൊരു സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ടാണ് അത്തരം ഭാരമാകുന്ന, പ്രയാസകരമാകുന്ന കാര്യങ്ങളൊന്നും നമ്മെ കീർത്തിക്കാതിരുന്നത്. ഫലം നർതബ് വലം നഹിമി. അതുകൊണ്ട് തന്നെ നമ്മള് സംശയാലുക്കളോ പരിഭ്രാന്തരോ ആയില്ല. അയൽവറ, വലിയ വലിയ പ്രയാസകരമായ കാര്യങ്ങൾ തന്നിരുന്നെങ്കിൽ നമ്മളാകെ പരിഭ്രാന്തരാകുമായിരുന്നു, സംശയാലുക്കളാകുമായിരുന്നു. നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് നബിതങ്ങൾ നമ്മെ അത്തരം കാര്യങ്ങൾ നമ്മോട് കൽപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കാതിരുന്നത്. നാൽപ്പത്തിയെട്ടാമത്തെ വരിയിൽ പറയുകയാണ്: അവിടത്തെ മഹത്വങ്ങൾ മനസ്സിലാക്കൽ സൃഷ്ടികളെ അശക്തരാക്കിയിരിക്കുന്നു. അവിടത്തെ മഹത്വങ്ങൾ മനസ്സിലാക്കാൻ സൃഷ്ടികളെ അശക്തരാണ്, അവർക്ക് അസാധ്യമാണ്. فليس يرى في القرب والبعد فيه غير منفحم. അടുത്തു നിന്നാലും മുത്തുനബിയുടെ വിദൂരത്തു നിന്നാലും കൈയറ്റവനായിട്ടല്ലാതെ അത് മനസ്സിലാക്കാൻ, എത്തിപ്പിടിക്കാൻ സാധ്യമല്ല. ഏതുപോലെ കശംസി തൽഹറു ലിൽ ഐനൈനി മിൻ ബുഅദിൻ സഗീറതൻ വതുകില്ലു തുറുഫ മിൻ അമമി. സൂര്യൻ ഇരു കണ്ണുകൾക്ക് അത് വിദൂരമായിട്ട്, നമ്മൾ അകലെ നിന്ന് നോക്കിയാൽ വളരെ ചെറുതായിട്ടാണ് പ്രകടമാകുന്നത്. രണ്ട് കണ്ണുകൾക്ക് അത് ചെറുതായിട്ടാണ് പ്രകടമാകുന്നത്. വതുകില്ലു തുറുഫ, അത് എത്രയോ വലുപ്പമുള്ള നക്ഷത്രമാണ് സൂര്യൻ, അല്ലെങ്കിൽ ഗോളമാണ്. വതുകില്ലു തുറുഫ മിൻ അമമി. ആ സൂര്യനോട് അടുത്തു പോയാലോ കണ്ണിനെ ക്ഷയിപ്പിച്ചു കളയും, കണ്ണിനെ അത് നശിപ്പിച്ചു കളയും. എന്നതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തുള്ളവർക്കും ദൂരെയുള്ളവർക്കും കൃത്യമായി അവിടുത്തെ മഹത്വങ്ങൾ മനസ്സിലാക്കാൻ അസാധ്യമാണ്. 50-ാമത്തെ വരിയിൽ പറയുന്നു: وكيف يدرك في الدنيا حقيقته قوم نيام تسلوا عنه بالحلم. وكيف يدرك في الدنيا حقيقته. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാഥാർത്ഥ്യത്തെ ദുനിയാവിൽ വെച്ച്, ഭൗതിക ലോകത്ത് വെച്ച് എങ്ങനെയാ മനസ്സിലാകുക? ഉറങ്ങുന്ന ജനത എങ്ങനെ മനസ്സിലാക്കാനാണ്? അവര് കേവലം സ്വപ്നങ്ങളെ കൊണ്ട് ആശ്വാസമടഞ്ഞവരുമായ ഉറങ്ങുന്ന ജനത മുത്തുനബിയുടെ യാഥാർത്ഥ്യം എങ്ങനെ മനസ്സിലാക്കാനാണ്? فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. അറിവിന്റെ അങ്ങേയറ്റം, അറിവിനാൽ എത്തിക്കപ്പെടുന്നത്, തിരുനബിയെ സംബന്ധിച്ചുള്ള അറിവിനാൽ നമുക്ക് ലഭിക്കുന്നത് അന്നഹു ബശറുൻ,
അവര് മഹാമനുഷ്യരാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള വലിയ ഉന്നത സ്ഥാനമുള്ള മനുഷ്യരാണെന്ന് നമുക്ക് പറയാം. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, സർവ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്തമരുമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് നമുക്ക് മനസ്സിലാകുന്നതിന്റെ അങ്ങേ അറ്റം. വകുല്ലു ആയിന്നത റുസുലുൽ കിറാമു ബിഹാ ഫഇന്നമത്തസലത് മിൻ നൂരിഹി ബിഹിമി. പ്രവാചകന്മാർ കൊണ്ടുവന്ന മുഴുവൻ ദൃഷ്ടാന്തങ്ങൾ പരിശോധിച്ചാൽ ഫഇന്നമത്തസലത് മിൻ നൂരിഹി ബിഹിമി, മുത്തുനബിയുടെ പ്രകാശത്തിനാൽ ആണ് ആ പ്രവാചകന്മാരിലേക്ക് അത് ചേർന്നത്. ആദരണീയരായ പ്രവാചകന്മാർ കൊണ്ടുവന്ന സർവ ദൃഷ്ടാന്തങ്ങളും മുത്തുനബിയുടെ നൂറിൽ നിന്നാണ് അവരിലേക്ക് അത് എത്തിച്ചേർന്നത്. ഫഇന്നഹു ശംസു ഫളലിൻ ഹും കവാകിബുഹാ യുദ്ഹിർന അൻവാറഹാ ലിന്നാസി ഫിൽ ദുലമി. മുത്തുനബി ശ്രേഷ്ഠതയുടെ സൂര്യനാണെങ്കിൽ ആ അംബിയാക്കളൊക്കെ ഹും കവാകിബുഹാ, അവർ ആ സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന താരങ്ങളാണ്. തുൽഹിർന അൻവാറഹാ ലിന്നാസി ഫിൽ ദുലമി. ഇരുട്ടുകളിൽ അവിശ്വാസത്തിന്റെ ഇരുട്ടുകളിൽ ജനങ്ങൾക്ക് പ്രകാശത്തെ പരത്തുന്ന താരമാണ് ആ അംബിയാക്കൾ. എന്നാൽ മുത്തുനബി ശ്രേഷ്ഠതയുടെ സൂര്യനാണ്.